ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഓൾറെഡി നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിന്റെ PSC പബ്ലിഷ് ചെയ്തു. ഓൾറെഡി ഇതിനെല്ലാം അപേക്ഷിച്ചിട്ട് വർഷങ്ങളായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രിലിംസ് പാസ്സായി മെയിൻസിനകത്ത് ലാസ്റ്റ് കിടക്കുന്നവരുണ്ട്, മെയിൻസ് പാസ്സായവരുണ്ട്, പാസ്സാവാത്തവരുണ്ട്, പുതുതായിട്ട് എഴുതാൻ വരുന്ന കുട്ടികളുണ്ട് ഇതിനകത്ത് ജസ്റ്റ് ഡിഗ്രി പാസ്സായിട്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഒരു പ്രത്യേകതയുണ്ട്. 8 കാറ്റഗറികളിലേക്കാണ് ഈ പ്രാവശ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അതെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപാട് വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുന്ന SBCID, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റും അത് തന്നെയാണ്. കമ്പനി ബോർഡും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും. അതിന്റെ കൂട്ടത്തിൽ തന്നെ SI വിളിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും കാത്തിരുന്ന, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് വരെ വിളിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ ഒരൊറ്റ പ്രിലിമിനറി ആണ്. ഇതെല്ലാം നോക്കുന്ന ആൾക്കാരും ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SI നോക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ ഈ നാഷണൽ സേവിങ്സ് കുറെ വർഷങ്ങളായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് പേര് എൻക്വയറി തന്നെ വന്നിട്ടുണ്ട് ഇതിനെ വെച്ചിട്ട് തന്നെ. അതുപോലെ കുറച്ച് ലോ ഒക്കെ അറിയാവുന്നവർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയും ഉണ്ട്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് പഠിച്ചു തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട് എന്ന് കുറച്ച് പേര് പുതുതായിട്ട് വരുന്നവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ, പക്ഷെ കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണുക. കാരണം ഇതുപോലെ ഒരു അവസരം ഇനി ഉടനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരുപാട്, അതായത് ഏകദേശം ഒരു 10,000-ലധികം ജോലി ഒഴിവുകളാണ് ഈ ഇത്രയും എക്സാംസിലായിട്ട് വരുന്നത്. ഏകദേശം അത്രയും തന്നെ വരും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഡിഗ്രി ലെവൽ നല്ല സൂപ്പർ ഒരു ജോലി അടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനിയുള്ള ദിവസങ്ങളാണ്. ഇന്ന് ജനുവരി 2 ഇനി നമുക്ക് എത്ര ദിവസമുണ്ട്? മെയ് മാസത്തില് ഫസ്റ്റ് സ്റ്റേജ് നടക്കും. നമുക്ക് ഏത് സ്റ്റേജ് ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. മെയ് തൊട്ട് ജൂലൈ വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുക. ഈ 4 മാസം കൊണ്ട് കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ടോപ്പിക്സ് പ്രിലിംസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിച്ചു വാരി എല്ലാം കൂടെ പഠിച്ചിട്ട് നമ്മൾ പോയി എഴുതി റാങ്ക് ഒന്നും വാങ്ങിക്കാനല്ല പോകുന്നത്, ജസ്റ്റ് പാസ് ആണ്. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ വലിയ സമയമില്ല. അപ്പം ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, കുറച്ച് വർഷങ്ങളായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പാറ്റേൺ മാറിയ വർഷം തൊട്ട് നിങ്ങൾ എടുത്തു നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്യുക. ആ ഏരിയാസിനകത്ത് അതുപോലെ മെയിൻസിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് കുറെ ഹോട്ട് ടോപ്പിക്സുകളുണ്ട്. ആ ഹോട്ട് ടോപ്പിക്സുകൾ മാത്രം സെലക്ട് ചെയ്ത് ആധികാരികമായിട്ട് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നാലും അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിൽ അത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ GK ടോപ്പിക്കിൽ നിന്നും എങ്ങനെ പോയാലും ഒരു 35 മാർക്കെങ്കിലും നേടത്തക്ക രീതിയിലേക്ക് പഠിച്ചുറപ്പിക്കുക. അതിന് ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. എല്ലാം കൂടെ പഠിച്ചുകൊണ്ട് പോകണ്ട. പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം ഒന്നും പഠിച്ച് നമ്മൾ തീരത്തില്ല. അതുപോലെ തന്നെ ഹിസ്റ്ററി എല്ലാം ഒന്നും പഠിച്ച് നമ്മൾ തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഹോട്ട് ടോപ്പിക്സിനകത്ത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രിലിംസും മെയിൻസും കൂടെ കമ്പൈൻ ചെയ്ത് ഈ ഹോട്ട് ടോപ്പിക്സ് മാത്രം വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെലവഴിക്കേണ്ടത് ഈ 1 hour എങ്കിലും മാത്സിനും റീസണിങ്ങിനും വേണ്ടിയിട്ട് ഒരു 1 മണിക്കൂർ ഇന്ന് തൊട്ട് മാറ്റി വെക്കുക. ഇന്നല്ല മീൻസ് നാളെ തൊട്ട് മാറ്റി വെക്കുക. കറണ്ട് അഫയേഴ്സിന് ഒരു 30 മിനിറ്റ്, ഒരു 1.5 മണിക്കൂർ മാത്സും റീസണിങ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യുക. എപ്പോഴൊക്കെയാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സിലബസ് അനുസരിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുക. അപ്പൊ 1.5 മണിക്കൂർ നിങ്ങൾ കറണ്ട് അഫയേഴ്സും മാത്സും, ബാക്കി ഈ ഹോട്ട് ടോപ്പിക്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്റെ ഒരു കോഴ്സ് ഉണ്ട് ഓൾറെഡി, ഇപ്പൊ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കോഴ്സ്. അതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള 50 ഹോട്ട് ടോപ്പിക്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻസിന്റെയും പ്രിലിംസിന്റെയും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഉണ്ട്. അത് മാത്രം ആധികാരികമായിട്ട് പഠിക്കുക. ആധികാരികമായിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ്? ന്യൂ SCERT ഉണ്ട്, ഓൾഡ് SCERT ഉണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, +1 +2 ഒക്കെ ഉണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ബുക്സ് ചിലത് ചോദിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാക്സിമം പഠിച്ച് ആ മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞതുപോലെ എല്ലാം കൂടെ പഠിക്കണ്ട. ആ പഠിക്കുന്ന കാര്യങ്ങൾ മെയിൻസിനും കൂടെ ഉപയോഗത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ എല്ലാം പഠിച്ച് റാങ്ക് വാങ്ങിക്കാനുള്ള സമയം നമുക്കില്ല.
എങ്ങനെയെങ്കിലും ഒരു പ്രിലിംസ് പാസ്സാകുക. ഒരു 48 റേഞ്ച്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ 50 റേഞ്ചിനകത്താണ് പ്രിലിംസിന്റെ കട്ട് ഓഫ് ഈ പറഞ്ഞ മിക്ക എക്സാംസിനും. അപ്പൊ 48 മുതൽ ഒരു 56, 57 മാർക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരിക. അതിന് GK നമ്മൾ ഉറപ്പായിട്ട് 35 മാർക്ക് കട്ട് ഓഫ് ഇട്ട് പഠിച്ചേ പറ്റൂ. അതിന്റെ ബാക്കി നമുക്ക് 50 മാർക്ക് ബാക്കി എന്താണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഉണ്ട്. അപ്പൊ അവിടുന്ന് നമുക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലർക്ക് ഇത് മോട്ടിവേഷനാ, ഒരു നേരം കേട്ടു പിറ്റേ ദിവസം കഴിഞ്ഞു അല്ലെ? അതങ്ങനെയല്ല. ഇപ്പൊ തൊട്ട് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു 4 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നമുക്ക് കേട്ടോ ഇത്രയും എക്സാംസ് ഇനി അടുത്ത കാലത്തൊന്നും പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നില്ല. ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇതും, അതല്ല 10th ലെവൽ ആണെന്നുണ്ടെങ്കിൽ അവിടെയും ആർക്കും തെറ്റ് പറ്റരുത്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം ആ എക്സാമിന് വേണ്ടി പഠിക്കുക. ഇപ്പൊ 10th ലെവൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിന്റെ അത്രയും കഠിനമായിട്ട് നോക്കേണ്ട കാര്യമില്ല. ബെപ്കോ LDC ആണെങ്കിലും അത്രയും കഠിനമായിട്ട് നോക്കേണ്ട കാര്യമില്ല. സോ ഏതാണ് നിങ്ങളുടെ സെലക്ഷൻ എന്നുള്ളത് ഇന്ന് തന്നെ തീരുമാനിച്ചിട്ട് ഇന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്യുക. 5 വർഷത്തെ ആ ഹോട്ട് ടോപ്പിക്സ് GKക്കകത്ത് നിന്ന് ഉറപ്പിക്കുക. ആ ഉറപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം, ആ രീതിക്ക് ഉറപ്പിക്കുക. എവിടെ നിന്നൊക്കെ സോഴ്സ് ഉണ്ടോ അതെല്ലാം ഉറപ്പിക്കുക. ഈ പറഞ്ഞതുകൂട്ട് ഒരുപാട് സോഴ്സിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല. സ്റ്റാറ്റിക് GKക്ക് വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി ഒരു 2.5 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക. 1 അവർ മാത്സിനും റീസണിങ്ങിനും, 30 മിനിറ്റ്സ് ഒരു കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പൊ കേരള ഹിസ്റ്ററി ആണെങ്കിൽ മാർത്താണ്ഡവർമ്മ സ്ഥിരം ചോദ്യമാണ്. ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻസ്, പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻസ് സ്ഥിരം ചോദ്യമാണ്. അതൊക്കെ ആ കേരള ഹിസ്റ്ററിയിലെ അതേ ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ നോക്കി പോവുക. അതുപോലെ ഇന്ത്യൻ പോളിറ്റി വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ജുഡീഷ്യറിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ അതെല്ലാം കറണ്ട് അഫയേഴ്സും കൂടെ നോക്കി പോവുക. നീതി ആയോഗ് ഒക്കെ സ്ഥിരം ചോദ്യം, 5 ഇയർ പ്ലാൻ സ്ഥിരം ചോദ്യം, ഹരിത വിപ്ലവം സ്ഥിരം ചോദ്യം. അപ്പൊ ഏതാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, നീതി ആയോഗ്, ബഡ്ജറ്റ്, ഇൻഫ്ലേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാ. ജോഗ്രഫി, എർത്തിന്റെ സ്ട്രക്ചറും ക്ലൈമറ്റും ഒക്കെ സ്ഥിരം ചോദ്യമാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. പഠിക്കുമ്പോൾ സോഴ്സസ് സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക. ആവശ്യമില്ലാതെ എല്ലാം കൂടെ പഠിക്കണ്ട. പിന്നെ ഒരു മാസം 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. 2nd മന്ത് ആവുമ്പോൾ തൊട്ട് ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് വീതം പഠിച്ച് അറ്റൻഡ് ചെയ്ത് പോവുക. ഏറ്റവും അവസാനം ആകുന്ന സമയത്തേക്ക് മാക്സിമം മോക്ക് ടെസ്റ്റുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന ആ ഒരു കോഴ്സിനകത്തും ഞാൻ മോക്ക് ടെസ്റ്റുകൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇനി മുന്നോട്ട് പഠിപ്പിക്കുന്നതിനനുസരിച്ച് മോക്ക് ടെസ്റ്റുകൾ കയറും കേട്ടോ. ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യും. ലാസ്റ്റ് ടോപ്പിക്സ് എല്ലാം തീർന്നു കഴിയുമ്പോൾ ഈ 50 ഹോട്ട് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഹെൽപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.